ചതുരംഗത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു വിഷയവുമായിട്ടാണ് ഇത്തവണ ചതുരംഗം എത്തിയിരിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കാൻ വൈകുന്നത് എന്തുകൊണ്ട്? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് 2013 ഒല്ലൂർ നിയോജകമണ്ഡലം MLA ആയിരുന്ന ശ്രീ MP വിൻസെൻ്റ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ ശ്രീ KV സജു, ജില്ലാ പഞ്ചായത്തിൻ്റെ PG ഡിവിഷൻ അംഗമാണ് അദ്ദേഹം. മാത്രമല്ല പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു സമീപവാസി കൂടിയാണ്. ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ജോൺ സിറിയക് സാറാണ്. അദ്ദേഹം ഫ്രണ്ട്സ് ഓഫ് സൂ എന്ന സംഘടന, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. മാത്രമല്ല തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. സാംസ്കാരിക മണ്ഡലത്തിൽ നിരവധി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം കൂടിയാണ്. മൂവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ ശ്രീ MP വിൻസെൻറ്റിനെ ക്ഷണിക്കുകയാണ്. കാരണം ഈ ഒരു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ഒരു ആശയം കേരളത്തിന് മുഴുവൻ അഭിമാനമാകുന്ന, ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമാകുന്ന ഈ ഒരു മനോഹരമായ ഒരു ഡിസൈനർ പാർക്ക് ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത് താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ UDF മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത്. ആ ഒരു ഘട്ടത്തെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷയോടെ എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയെ അന്ന് വിഭാവനം ചെയ്തിരുന്നത്? ആ ഒരു സാഹചര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച തുടങ്ങി വയ്ക്കാം. ആദ്യമായി എനിക്ക് TCVയോട് ഒരു അഭിമാനം തോന്നുകയാണ്. തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂരിൻ്റെ വികസനം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തൃശ്ശൂരിൻ്റെ വികസനം നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുണ്ട്. അതോടൊപ്പം അതിന് പിന്നിൽ നിന്നിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അതൊക്കെ തൃശ്ശൂരിൽ ഓരോ തലമുറകൾ മാറി മാറി വരുമ്പോൾ ആടിനെ പട്ടിയാക്കുന്ന പോലെ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ്. ഇന്നിരിക്കുന്ന മാധ്യമങ്ങളായാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരും അപ്ഡേറ്റഡ് അല്ല. പലപ്പോഴും രേഖകൾ നോക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നോക്കാം, പറയാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഇന്ന് ഇത് നിങ്ങൾ ചർച്ചയ്ക്കെടുത്തത് വളരെ യോജിച്ച സമയമാണ്. ഏത് ഒരു ചാനലായാലും മാധ്യമമായാലും ചർച്ച എടുത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നാൽ പറയേണ്ടത് പറയാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന് ഞാൻ ആദ്യമായി TCVയെ അഭിനന്ദിക്കുക. TCV എന്നും തൃശ്ശൂരിൻ്റെ ഒരു ശബ്ദമായിട്ടുണ്ട്, ഇനിയും നാളെയും വരണം. സുവോളജിക്കൽ പാർക്ക് അത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആകാശത്തോളം വലുപ്പത്തിലുള്ള സ്വപ്നമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അത് ആരംഭിക്കാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ MLA ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ജനിച്ച് വീണ ഈ മണ്ണിൽ മനുഷ്യൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യമേ കണക്കാക്കുകയുള്ളൂ. ജീവൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, അത് ചെടിക്കുണ്ട്, മൃഗത്തിനുണ്ട്, മണ്ണിനുണ്ട്, എല്ലാമുണ്ട്. നമ്മളൊക്കെ വലുപ്പത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പറയുമെങ്കിലും അതെല്ലാം മറന്ന് അവനവൻ്റെ കാര്യങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ ഒരു സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം ആരംഭം കുറിച്ച ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ബുദ്ധിപരമായ ചിന്ത നയിച്ച ഒരാളാണ് പ്രിയപ്പെട്ട ജോൺ സിറിയക് മാസ്റ്റർ. അദ്ദേഹത്തെ ഈ വേദിയിലിരുത്തിയ സത്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. സജു ഒരു ചെറുപ്പക്കാരുടെ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളെ കാണുന്ന ഒരാളും കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഇത് എന്താണ് സുവോളജിക്കൽ പാർക്ക്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം സൂ എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പല പല പാർക്കുകളും കാര്യങ്ങളുമുണ്ട്. വിദേശത്താണെങ്കിൽ അതിൻ്റെ നൂതനമായ ശൈലിയിലുള്ള അനേകം പാർക്കുകൾ സിംഗപ്പൂരുണ്ട്, തായ്ലൻഡിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, മറ്റു വലിയ രാജ്യങ്ങളിലുമുണ്ട്. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മൾ സമയമെടുക്കും. അപ്പോൾ അതിനൊരു മിനിയേച്ചറായിട്ട് തുടങ്ങാനാണ് ഇത് ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് വലിയ ഉത്തരമുണ്ട്. ഇത് പറയുമ്പോൾ അത് പറയാതെ അവിടേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഈ ചെറിയ ഏരിയയിൽ തൃശ്ശൂർ ടൗണിൻ്റെ മധ്യഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗത്ത് 10-14 കിലോമീറ്റർ അല്ലേ മാഷേ ഇപ്പോൾ നിൽക്കുന്ന സൂ, ആ സൂവിൻ്റെ അകത്ത് ഓരോ മൃഗങ്ങളുടെയും അവസ്ഥ നിങ്ങൾ ചെറുപ്പത്തിൽ പോയിട്ടുണ്ടോ? ഇപ്പോൾ പോകാറില്ല. പോകുമ്പോൾ അന്ന് നമുക്ക് ആഹ്ലാദമുണ്ടെങ്കിലും നമ്മുടെ ആഹ്ലാദം അപ്പുറത്തൊരു വേദനയായിരുന്നു. കാരണം കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗങ്ങൾ, സിംഹത്തിൽ നിന്ന് തിരിയാൻ അവസ്ഥയില്ല. മറ്റ് മൃഗങ്ങൾ, മയിലുകൾ, പാമ്പുകൾ എല്ലാം
ഒരു ചത്തതിനൊത്തെ കിടക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് ചിന്തിച്ചൊരു കാലഘട്ടമാണ് 95. ആ 95 ഈ തൃശ്ശൂരിലെ പ്രഗത്ഭനായ കുറച്ചു പേർ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു ജോൺ പിന്നെ ഡോക്ടർ ചീരൻ, ജോൺ സിറിയക്, പീതാംബരൻ മാസ്റ്റർ. ഇന്നത്തെ സർവോദയത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അന്നത്തെ അവിടെ സൂപ്രണ്ടുണ്ടായിരുന്നു, ഈ ഇതിൻ്റെ സൂപ്രണ്ട് രവീന്ദ്രനാണെന്ന് എനിക്ക് തോന്നുന്നു, മാസ്റ്റർ കറക്റ്റായിട്ട് പറയാൻ പറ്റും. അന്ന് മാസ്റ്റർ. അതുപോലെ അന്ന് ഈ കാര്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഒരു പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അപ്പം അത്രമാത്രം ഒരു വിഷമിക്കുന്ന, അത്ര കഷ്ടപ്പാടിലൊതുങ്ങുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ അത്തരമൊരു അവസ്ഥ, അതിന് മാറ്റം വേണമെന്ന് ചിന്തിച്ച അന്നുണ്ടാക്കിയതാണ് ഫ്രണ്ട്സ് ഓഫ് സൂ. ആ സൂവിന് അവിടെ നിന്നാണ് ഇതിൻ്റെ ചർച്ച ആരംഭിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും ആരാണോ ഭരിക്കുന്നത് അവനാണ് കൊണ്ടുവന്നത്, എൻ്റെ തലയിലാണ് ഈ കിരീടം ഇരിക്കുന്നത് എന്ന് പറയാനല്ല ഞാനിത് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ആരംഭം നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല. അന്ന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് ആദ്യം വന്ന ഒരു കാര്യമാണ് ഇത് ഇവിടുന്ന് മാറ്റണം. മൃഗങ്ങളെ സഞ്ചാരം അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് വിഹരിക്കാനുള്ള അവസ്ഥയുള്ള സൗകര്യമൊരുക്കണം. അങ്ങനെ കണക്കാക്കി വരുമ്പോൾ അങ്ങനത്തെ ആ കണക്കാക്കിലാണ് ഇത് വിപുലമായ രീതിയിൽ സ്ഥലം വേണം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് പുത്തൂർ എന്ന ഒരു ആശയം ഇവിടെ മനസ്സിലേക്ക് വരുന്നത്. അവിടെ വനം വകുപ്പിൻ്റെ കീഴിൽ കുറേ സ്ഥലമുണ്ട്, അപ്പോൾ ആ സ്ഥലം എടുക്കാം എന്നുള്ള ആഗ്രഹം വരുന്നത്. ആ ആഗ്രഹത്തെ തുറന്ന് അന്ന് അവിടെ MLA ആയി വന്നിരുന്ന പ്രിയപ്പെട്ട PP ജോർജ് മാസ്റ്ററുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ഇവരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച വന്ന് അതിനുശേഷം തൃശ്ശൂരിലെ MLA പ്രിയപ്പെട്ട തേരമ്പിലും അതുപോലെ അന്നത്തെ സെലിൻ കാക്കശ്ശേരി, അന്നത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും അന്നത്തെ കൗൺസിലറായിരുന്നു മാഷ്. എവിടെ ഈ മിഷൻ നമ്മുടെ സൂ ഇരിക്കുന്നിടത്ത് കൗൺസിലറാണ് ജോൺ സിറിയക് മാഷ്. പിന്നെ ഒരു കാര്യം എനിക്ക് ജോൺ സിറിയക് മാഷെക്കുറിച്ച് ഇത് പറയുന്നതോടൊപ്പം പറയാനുണ്ട്. മാഷ് ലോക ചരിത്രം അരച്ച് കുറിച്ച് പഠിച്ച് എഴുതുന്ന ഒരാളാണ്. അത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നെനിക്ക് ഉണ്ട്. അത് വളരെ ശക്തമാണ്. അപ്പോൾ ഒരു ലോകത്തിൻ്റെ ചരിത്രത്തിൽ പഴയകാല വർണ്ണവിവേചനത്തിൻ്റെ കാലഘട്ടത്തിലെ അമേരിക്കയിലെയും അതുപോലെ യൂറോപ്പിലെയും അതുപോലെ ആഫ്രിക്കയിലും ചരിത്രം എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ അവസ്ഥകൾപ്പെട്ട ഇന്ത്യ ചരിത്രത്തിലെ മാറ്റങ്ങൾ, രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂരിൻ്റെ ചരിത്രം അദ്ദേഹം എഴുതണം, പറയണം എന്നാണ് എനിക്ക് ഈ അവസ്ഥ. തൃശ്ശൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ ചരിത്രത്തിൽ ഇന്ന് നമ്മൾ പലതും കാണാതെ പോകുന്ന വിഷയങ്ങളുണ്ട്. ഇന്നത്തെ തൃശ്ശൂരാക്കിയതിന് അതിൻ്റെ രാഷ്ട്രീയ പിന്നാമ്പുറം അത് കോൺഗ്രസും UDFുമായിരുന്നു. ഞാൻ ഇതിനിടയിൽ കൂടെ പറയുന്നുണ്ട്, ഒരു ഇതായിട്ട് തോന്നരുത്. എന്നാൽ ഇപ്പോൾ 10 വർഷമായി ഈ തൃശ്ശൂരിൽ 13-ൽ 12 ഭരിക്കുന്ന ഇടതുപക്ഷം പല കാര്യങ്ങളിലും വേണ്ട രീതിയിൽ MLAമാർ ഇടപെടുന്നില്ല. മന്ത്രിമാരുടെ എണ്ണം കൂടുതലുണ്ട്, അവരൊന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞത് സുവോളജിക്കൽ പാർക്കിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി അത് ചർച്ചയിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി രൂപപ്പെട്ട് ഇങ്ങനെ വന്ന ചർച്ച, ആ ചർച്ചയുടെ തുടക്കം അവിടെ നിന്ന് വന്ന് പിന്നീട് ഈ കോണ്ടൂർ മാപ്പ് വെച്ച് ആ സ്ഥലം മുഴുവൻ അളന്ന് ഇതിനാവശ്യമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി. അതിന് ആരും പൈസ കൊടുത്തില്ല, ഇവരെല്ലാവരും കൂടി പൈസ സമാഹരിച്ചു. അന്ന് ജോണി ചെറിയാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അതിനത് ശക്തമായൊരു നിലപാടെടുത്ത ആളാണ്. ഇതൊരു ഹിസ്റ്ററിയാണ്, ഇത് മറച്ചു പോയാൽ അത് ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ അത് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തുവെങ്കിലും അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു പ്രവർത്തനം വന്നില്ല. പിന്നീട് നമുക്ക് ഭരണമാറ്റം വന്നു. ആ ഭരണമാറ്റം വന്ന് ആ സാഹചര്യത്തിൽ പിന്നീട് വീണ്ടും അന്നത്തെ പുത്തൂർ പഞ്ചായത്ത് ഇടതുപക്ഷ രീതിയിലുള്ള പഞ്ചായത്തായിരുന്നു. അവരതിന് തുടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിന് ഏറ്റവും കാതലായ വിഷയം, ഒരു വനഭൂമി നമുക്ക് എടുക്കണമെങ്കിൽ സർക്കാർ വന നിയമം അനുസരിച്ച് കേന്ദ്ര വന വകുപ്പിൻ്റെ നിയമത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ഈ ഭൂമിയായാലും മറ്റു വിഷയങ്ങളും വളരെ കടുത്ത നിയമങ്ങളാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുത്താൽ അതിന് തത്തുല്യമായ റവന്യൂ ഭൂമി കൊടുക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ അതിനൊരു ഇൻട്രസ്റ്റ് എടുത്തു. അതിന് കാര്യങ്ങളുമായി പോയെങ്കിലും റവന്യൂ ഭൂമി കണ്ടെത്തിയ റവന്യൂ ഭൂമി ഇടുക്കിയിലെ ഭൂമിയായിരുന്നു. അത് കൊടുത്തു. അതിന് വേണ്ട ചുറ്റുമതിൽ എന്ന് പറഞ്ഞ ഒരു 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 സമീപനം നടത്തി, ഉദ്ഘാടനം നടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇടുക്കിയിൽ കണ്ടെത്തിയ ഭൂമിയും അത് റവന്യൂ ഭൂമി ആയിരുന്നില്ല,
ഫോറസ്റ്റ് ഭൂമിയായിരുന്നു എന്ന കാരണങ്ങൾ പറഞ്ഞ് അത് അവിടെ ഒരു അനുവാദം കിട്ടിയില്ല. അപ്പോൾ സൂ അതോറിറ്റിയുടെ അനുവാദമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഭാഗമായി അന്ന് ഉദ്ഘാടനം നടത്തി, ഒരു ചടങ്ങ് നടത്തി. റവന്യൂ ഭൂമി ഒരു കവറിലിട്ട് ഒരു കടലാസ് പൊക്കി VS അച്യുതാനന്ദൻ അവിടെ പരിപാടിയൊക്കെ നടത്തി. പക്ഷേ അവിടെ നിന്ന് ഒരു ഈറ്റ വെട്ടിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റെ പേരിൽ നടപടി കേസെടുത്തു എന്ന് പറഞ്ഞാൽ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ വേണ്ട രീതിയിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അന്ന് രാജാജി തോമസ് മാത്യു ആയിരുന്നു തോന്നുന്നു. പിന്നീടാണ് ഞാൻ പിന്നെ MLA ആയി വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഈ കേസെടുക്കുകയും ഫ്രണ്ട്സ് ഓഫ് സൂവിനെ വിളിച്ച്, അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച്, നമ്മുടെ സൂവിൻ്റെ പിന്നെ അതിൻ്റെ സൂപ്രണ്ട് തുടങ്ങിയുള്ള അധികാരികളെ വിളിച്ച് ഒരുമിച്ച് രാമനിലയത്തിലിരുന്ന് ചർച്ച നടത്തി. അപ്പോഴാണ് ഈ ഫ്രണ്ട്സ് ഓഫ് സൂവിൻ്റെ ഭാഗത്ത് അതിൻ്റെ പീതാംബരം മാഷുടെ ഒരു കണ്ടുപിടുത്തം വളരെ ശക്തമായിരുന്നു. ജോൺ സിരേഖ മാഷും ചീരൻ ഡോക്ടറും എല്ലാവരും ഇരുന്ന് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ആ കാര്യത്തിൽ പിടിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് വേറൊന്നുമല്ല, കാരണം ഇവിടെ ഭൂമി കൊടുത്ത് വേറെ ഭൂമി മേടിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൂ നിർബന്ധമായും വനം വകുപ്പിന് കൈമാറിയാലല്ലാതെ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഒരു ബുദ്ധിമുട്ട് വന്നു. സാധാരണ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഇവിടുത്തെ സൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ഐക്യ മുന്നണി സംവിധാനം വരുമ്പോൾ അത് ഏതെങ്കിലും വേറെ ഘടകകക്ഷിക്ക് പോവുക. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഏറ്റവും വലിയ സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനം വിട്ടുകൊടുക്കാൻ ഒരു മന്ത്രിയും അന്ന് അത് സഹകരിക്കുമായിരുന്നില്ല. അപ്പം അന്ന് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് പ്രിയങ്കരിയായ ജയലക്ഷ്മി, വയനാട്ടിൽ നിന്ന് ആദ്യം MLA ആയി വന്ന തുടക്കക്കാരിയാണ്. അതുപോലെ ഗണേഷ് കുമാറിനെ എന്ത് രാഷ്ട്രീയമുണ്ടായാലും എന്തുണ്ടായാലും ഞാൻ അഭിമാനത്തോടെ അദ്ദേഹത്തെ നല്ലതായി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തവും ഈ വിഷയത്തോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിൻസിരിറ്റിയും 100% ആത്മാർത്ഥ അദ്ദേഹം ആ കാര്യത്തിൽ പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് തുടർന്നും നടന്ന എല്ലാ പ്രവർത്തനങ്ങളും പെട്ടെന്നാക്കാൻ കഴിഞ്ഞത്. അത് അവിടുന്ന് കഴിഞ്ഞ് ഗവൺമെൻറ്റിൽ ഇടപെട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചർച്ച നടത്തി അതിന് തീരുമാനമെടുത്തു. പെട്ടെന്ന് ഒറ്റ സിറ്റിങ്ങിൽ തീരുമാനമെടുക്കാൻ കഴിയും, ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. അതെടുക്കുകയും പിന്നീട് അത് ഗവൺമെൻറ്റിൽ നിന്ന് അത് സൂ അതോറിറ്റിയിലേക്ക് സാങ്ഷന് വേണ്ടി പോയി. സാങ്ഷൻ വരുമ്പോൾ അതിന് സ്പെഷ്യൽ ഓഫീസറെ വെച്ചു. ഏലാക്കി എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസർ വനം വകുപ്പിനകത്ത് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല സൂവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളാണ് ഏലാക്കി. അദ്ദേഹത്തിനെ സൂ അതോറിറ്റി സ്പെഷ്യൽ ഓഫീസറാക്കി വയ്ക്കുകയും ആ ഏലാക്കിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അത് പോയി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ കുറച്ചുകൂടിയും സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ അത് 300 ചില്ലാനം വരുന്ന ഏക്കറയിൽ ഇത് മുന്നോട്ട് പോവുകയാണ്. അത് മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച വേണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഗണേഷ് കുമാറിൻ്റെ പ്രത്യേക ഇൻട്രസ്റ്റ് വഴി ജോൺകോ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഡിസൈനറെ കൊണ്ടുവരുന്നത്. ശ്രീ KV സജു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഇതിൻ്റെ ഒരു ആരംഭകാലം മുതൽ തന്നെ സമീപവാസി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ ഈ ഒരു രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ഈ തുടക്കത്തിലെ ആവേശം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തായാലും ഈ ഒരു സമയത്ത് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത TCBയെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, പുത്തൂർ കുരിശുമൂലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ ആ പ്രദേശത്തെ വിളിച്ചിരുന്നത് തേക്കിൻകാട് നിന്നാണ്. തേക്കായിരുന്നു അവിടെ. പിന്നെ കോഴിക്കോട് മാവൂർ ഫാക്ടറിക്ക് വേണ്ടി തേക്ക് മുറിച്ച് പിന്നീട് മുള പ്ലാന്റേഷൻ നടത്തി. പിന്നീട് മാവൂർ ഫാക്ടറി അടച്ചു. പിന്നെ മുള അവിടെ അങ്ങനെ തന്നെ നിന്നു. ആ സമയത്താണ് 95-ലെ കോണ്ടൂർ സർവേ വരുന്നത്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സഹകരണത്തോടു കൂടി അന്ന് ജനകീയാസൂത്രണം നടക്കുന്ന സമയമാണ്. അവിടെ വളണ്ടിയർ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന പ്രവർത്തകരെല്ലാം ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. പിന്നീട് പല സർക്കാരുകൾ മാറി വന്നു. അവിടെ MLA രാജാജി MLA ആയി വന്നു. ഈ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്ന പേര് കൊണ്ടുവരുന്നത് രാജാജിയാണ്. നമ്മൾ സൂ, കാഴ്ച ബംഗ്ലാവ് അങ്ങനെയുള്ള പേരുകളാണ്. വലിയ കാഴ്ചപ്പാടുള്ള ഒരാളാണ് രാജാജി. അങ്ങനെ ഭൂമി കൈമാറ്റം നടന്നു. പിന്നീട് സർക്കാർ മാറി. പിന്നെ വിൻസെൻ്റ് ഏട്ടൻ ഒല്ലൂർ MLA ആയി വന്നു. പിന്നീട് അതിന് ശേഷം വീണ്ടും സർക്കാർ മാറി രാജൻ MLA ആയി വന്നു. രാജൻ MLA ആയി വരുന്ന സമയത്താണ് ഇതിന് ഫണ്ട് വയ്ക്കുന്നത്. 338 ഏക്കർ ഭൂമിയാണ്. ഇതിൽ അടങ്കൽ തുക എന്ന് പറയുന്നത് 310 കോടി രൂപയാണ്. അതിലിപ്പോൾ എല്ലാവരും ഇപ്പോൾ കിഫ്ബിയെ
വിമർശിക്കാനും കിഫ്ബിക്കെതിരെ കേസെടുക്കാനുമുള്ള നെട്ടോട്ടത്തിലാണ്. ആ കിഫ്ബി വഴിയാണ് 270 കോടി രൂപ അവിടെ അനുവദിക്കപ്പെട്ടത്. എല്ലാം പരിപൂർണമായി സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ആദ്യഘട്ടം 100% പണി പൂർത്തീകരിച്ചു, രണ്ടാം ഘട്ടം 80%, മൂന്നാം ഘട്ടം 60% പണി പൂർത്തീകരിച്ചു. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ ചർച്ചയിൽ എനിക്ക് പറയാൻ കഴിയും, 2024 ഡിസംബറിൽ പരിപൂർണമായി പണി പൂർത്തീകരിച്ച് പൊതുജനത്തിന് തുറന്നു കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. 2022 ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് 2022 ഡിസംബറോടെ മൃഗങ്ങളെ അങ്ങോട്ട് മാറ്റുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനുശേഷം 2023 ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ, മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച് 2023 ഡിസംബറിൽ ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വീണ്ടും അത് 2024 നടക്കുമെന്ന് പറയുന്നു. ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിലൊരു അലംഭാവമുണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഫണ്ടിന്റെ ലഭ്യത കുറവാണോ, എന്താണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ ഒന്ന് തൊഴിലാളികളെ കിട്ടാൻ പറ്റാത്ത സാഹചര്യമായി നമുക്കറിയാം. പിന്നെ തൊഴിലാളികളെ എവിടേക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ അവിടെ ഈ കരാറെടുത്ത ഡൽഹി കമ്പനി ഒരു സമയത്ത് ഡൽഹിയിൽ നിന്നാണ് അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്നപ്പോൾ പ്രദേശവാസികൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കൊറോണ നല്ല മൂത്ത സമയമാണ്. പിന്നീട് അവരെ ഗുരുവായൂരിൽ ക്വാറന്റൈൻ ഇരുത്തി. അപ്പോഴും നിർമ്മാണ പ്രവർത്തനം നിർത്തിയിരുന്നില്ല, തുടർച്ചയായിട്ട് നിർമ്മാണ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ആ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചെറിയൊരു ബിൽഡിങ് പണിയുന്ന പോലെ, ഒരു വഴി വെട്ടുന്ന പോലെയല്ല. ആ നിർമ്മാണ പ്രവർത്തനം വളരെ സ്പീഡിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ആ നിർമ്മാണ പ്രവർത്തനം സ്പീഡിൽ നടന്നു വരുമ്പോൾ ചില പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ഈ കൊറോണ പീരീഡിലും ചില തൊഴിലാളികളെ കിട്ടാത്തൊക്കെ ചില പ്രശ്നങ്ങൾ, ചില കമ്പനികളുടെ ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഒരു സമയത്തും പണി നിർത്തിവെച്ചിട്ടില്ല. ഒരു സമയത്ത് പോലും പണി നിർത്തിവെച്ചിട്ടില്ല. പണി നന്നായി നടക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം ഇനി പണി പൂർത്തീകരിക്കാനുള്ളത് ആകെ 60% മാത്രമാണ് പണി പൂർത്തീകരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും അവിടെ പണി നടക്കുന്നുണ്ട്. എല്ലാ സമയത്തും പണി നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, തദ്ദേശവാസികളായിട്ടുള്ള തൊഴിലാളികൾ വളരെ കുറവാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരതിനകത്ത് താമസിച്ച് പണിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ വന്നൊരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? 2024 ഡിസംബറോടുകൂടി പണി പൂർത്തീകരിക്കുമെന്ന് അത് പറയുന്നത് ഇതിൻ്റെയും കൂടിയും അടിസ്ഥാനത്തിലാണ്. പണി പൂർത്തീകരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും വലിയ ഡിസൈൻ പാർക്കാണ് സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പാർക്കാണ്. പണി പൂർത്തീകരിക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പ്രതിവർഷം 50 ലക്ഷം ടൂറിസ്റ്റ്, അത് വിദേശികളും സ്വദേശികളുമായിട്ടുള്ളവർ 50 ലക്ഷം പേര് അവിടേക്ക് സന്ദർശകരായിട്ട് എത്തിച്ചേരും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കറിയാം, പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരണമെങ്കിൽ റോഡ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടി കുട്ടനല്ലൂർ ഹൈവേ മുതൽ സുവോളജിക്കൽ പാർക്കിൻ്റെ എൻഡായ പൈപ്പള്ളി മൂല വരെ ഭൂമി ഏറ്റെടുത്തു. 47 കോടി രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത്. എല്ലാവർക്കും അതിനുള്ള എല്ലാ നഷ്ടപരിഹാരം കൊടുത്തു. 3 വില്ലേജിൽ ആയിട്ടുള്ളവർക്ക് ഏതാണ്ട് 1 കോടി രൂപ, 90 ലക്ഷം വരെ കിട്ടിയ ആളുകൾ ഉണ്ട്. ഇനിയിപ്പോൾ ആ മതിലെല്ലാം പൊളിച്ച് റോഡ് വീതി കൂട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനടി ആരംഭിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററാണ് പുത്തൂർ സെൻറ്റർ. ആ പുത്തൂർ സെൻറ്റർ വീതി കൂട്ടാൻ വേണ്ടി 25 കോടി രൂപ ഇതിന് പുറമെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടേക്ക് വരുന്ന ആളുകൾക്കറിയാം, കുരിശുമൂലയിൽ നിന്ന് തോണിപ്പാറയിലേക്കുള്ള ഒരു ചെറിയൊരു പഞ്ചായത്ത് വഴിയുണ്ട്. ചെറിയ പഞ്ചായത്തിൻ്റെ വഴിയാണ്. അതുൾപ്പെടെ ഇപ്പോൾ വകയിരുത്തിയിട്ട് അതിന് 10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംവിധാനം അവിടെ ഒരുങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മുടെ അവിടെ ഉള്ള ഇപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉള്ള സംവിധാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 4 കടുവകളുണ്ട്. 4 കടുവകളുണ്ട്. അതിൽ വൈഗ, ദുർഗ, രുദ്രൻ, ധ്രുവൻ എന്നീ 4 കടുവകളും 39 പക്ഷികളുമുണ്ട്.
അതിനെയാണ് ഘട്ടം ഘട്ടങ്ങളായിട്ട് മാറ്റിയത്. അതിൽ മയിലുണ്ട്, ചുക്കാൻ പക്ഷിയുണ്ട്, വെള്ളക്കോഴിയുണ്ട്, എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാം എന്നെനിക്ക് തോന്നുന്നു. അതിനു മുൻപ് ഇത് ആരംഭകാലത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂരിലെ ഈ നഗരമധ്യത്തിൽ നിന്ന് വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മൃഗങ്ങളെ മാറ്റി സ്ഥാപിക്കണം, അവർക്ക് കൂടുതൽ എന്താ പറയുക സ്വാതന്ത്ര്യം ലഭിക്കുന്ന, അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയ്ക്ക് സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ച ആദ്യ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഫ്രണ്ട്സ് ഓഫ് സൂവിലെ അംഗങ്ങളും അതിലൊരു പ്രധാനപ്പെട്ട നിമിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യങ്ങൾ ഇവിടെ ഈ ഒരു സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി അത് സാർത്ഥകമാകുമോ? അത് എത്രത്തോളം വിലയിരുത്തുന്നു അതിനെക്കുറിച്ച്? തൃശ്ശൂർ മുനിസിപ്പൽ കൗൺസിൽ അതിനു മുമ്പ് 2-3 പ്രാവശ്യം ചെമ്പുക്കാവിലെ മൃഗശാല കണ്ടിട്ടുണ്ട്. കൗൺസിലറായി കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിരമായി പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വാചകം സഖാവ് അച്യുതമേനോൻ്റേതായിരുന്നു. ഈ ചെമ്പക്കാവിലെ മൃഗശാലയിൽ ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, ഈ മൃഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റേണ്ടത് മൃഗങ്ങൾക്കും നഗരത്തിനും ആവശ്യമാണ്. കാരണം വളരെ ഇടുങ്ങിയ സാഹചര്യത്തിൽ വേണ്ടത്ര പരിപാലനങ്ങളില്ലാത്ത ഒരു വിധത്തിൽ നടന്നുകൊണ്ടുപോയ ഒന്നാണ്. ഇതെൻ്റെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വാചകമെന്ന് ഞാനിവിടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ എൻ്റെ ഡിവിഷനിൽ എൻ്റെ അന്നത്തെ വാർഡാണ് മുനിസിപ്പാലിറ്റിയുടെ, എൻ്റെ വാർഡിൽപ്പെട്ട ഒരു സ്ഥാപനം മാറ്റാൻ ഒരു കൗൺസിലറും സാധാരണ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്ന് മുനിസിപ്പാലിറ്റിയിലും മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ ഓഫർ ചെയ്തു, ഇതിവിടെ നിന്ന് മാറ്റണം, എല്ലാവിധ സഹായങ്ങളും ജനങ്ങളുടെ ഉണ്ടാവും. ജനങ്ങൾക്കത് മാറ്റാതിരിക്കുന്നതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പലരും കൂട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച്, പ്രത്യേകിച്ച് പീതാംബരൻ ഇവിടെ സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ കൂടിയിട്ട് നമുക്കൊരു സംഘടന ഉണ്ടാവുക. വ്യക്തിപരമായിട്ട് കൗൺസിലർ പോയതുകൊണ്ട് മാത്രമാവില്ല, അതിന് പിൻബലമായിട്ടൊരു സംഘടന ഉണ്ടാവും. ആ സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ സൂ. അതിന് പേരിട്ടത് ഞാനാണ്. എന്നിട്ട് പ്രസിഡൻറ്റ് എന്നെ തിരഞ്ഞെടുത്തു. പീതാംബരൻ സെക്രട്ടറി ആയിട്ട്. പുത്തൂറുകാരനായ പീതാംബരന് എൻ്റെ കയ്യിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻസും പീതാംബരനുണ്ട്. ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോകും. മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയ്ക്കും പിന്നെ ഒരു ഇരിങ്ങാലക്കുട കോളേജിലൊരു അധ്യാപകൻ എന്ന നിലയ്ക്കുമുള്ള പരിമിതികൾ വെച്ചുകൊണ്ടാണെങ്കിലും ഞാനതിലൊക്കെ പങ്കെടുത്തിരുന്നു. സജീവ് തന്നെ പറഞ്ഞു, അതിലെ വോളണ്ടിയറായിരുന്നു. ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു വളരെ സാഹസികമായ ഒരു പരിപാടിയാണ്. നമുക്ക് ഇന്ന് വരെ ആരും ഈ സ്ഥലം സർവേ ചെയ്തിട്ടില്ല. സർവേ റെക്കോർഡ് പഴയത് ഉണ്ടാവും, അത് തപ്പിപ്പിടിക്കൽ എളുപ്പമല്ല. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രൊഫസർമാരും കുട്ടികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇത് സർവേ ചെയ്യാൻ അവർ സഹായിക്കാമെന്ന് സമ്മതിച്ചു. അതാണ് ഇന്നത്തെ ഈ പാർക്ക് എന്ന് പറയുന്ന പഴയ മൃഗശാലയുടെ ഷിഫ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട തുടക്കം എന്ന് ആണ് ഞാൻ അവകാശപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളിലും ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ മുൻകൈയെടുത്തു. രണ്ടാമതൊരു സർവേ നടന്നു. സർവേ നടന്നു, വനം വകുപ്പ് തടഞ്ഞു. കാരണം അവരുടെ അനുവാദമൊന്നും വാങ്ങിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഈ സംഘടനയുടെയും ഉദ്ദേശം ഇതൊരു പൊതുജന വിഷയമായി മാറട്ടെ. കുറേ വിവാദങ്ങളുണ്ടാവും, എതിർപ്പുണ്ടാവും, സഹകരണമുണ്ടാവും. സഹകരണങ്ങളുണ്ടായിരുന്നു, നാട്ടുകാരൊക്കെ സഹകരിച്ചിരുന്നു. എങ്കിലും അതൊരു ജനശ്രദ്ധയിലേക്ക് വന്ന് ഒരു പൊതു അഭിപ്രായം രൂപപ്പെടാൻ അതായിരുന്നു ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. പിന്നെ സാങ്കേതികമായിട്ട് ആ പ്രദേശം മുഴുവൻ സർവേ ചെയ്തു. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായൊക്കെയുള്ള അവിടുത്തെ പ്രത്യേകതകളൊക്കെ അത് സർവേ ചെയ്ത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമാണ്, കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായി മാറുന്നത് പുത്തൂർ പഞ്ചായത്തായിരിക്കും. ഒരു സംശയവും ഇപ്പോഴും എനിക്കില്ല. 50 ലക്ഷത്തോളം പേര് വരുമെന്ന ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ കണക്ക്. ഏതാണ്ട് അതൊക്കെയാണ് ഞങ്ങൾ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെയായി കൂടിയാലോചനകൾ നടത്തിയ സമയത്ത്. അല്ല, ആദ്യ കാലഘട്ടത്തിൽ വന്ന വാർത്തകളിലൊക്കെ 30 ലക്ഷം പേര് വരും എന്നുള്ളതായിരുന്നു അത് ആരംഭ കാലഘട്ടം. പക്ഷെ ഇപ്പൊ കാലം മാറി കുറെ കൂടി കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും ഇപ്പം ജനങ്ങൾ ഇറങ്ങി സഞ്ചരിക്കുന്നതും യാത്രകളും കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ ഇപ്പോൾ ക്രിസ്തുമസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈസ്റ്റർ
ഈ ദിവസങ്ങളിലെല്ലാം ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വന്ന് അത് നോക്കി തിരിച്ചു പോകുന്നുണ്ട്, എപ്പോഴാണ് കയറാൻ പറ്റുക എന്നുള്ളത്. പക്ഷികളെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു അനുമതി കൊടുത്തിരുന്നു, ആളുകൾക്ക് അതിനകത്തേക്ക് കയറാൻ വേണ്ടി ഒരു അനുമതി കൊടുത്തിരുന്നു. ഇതിനെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് അവിടുത്തെ MLA-യും റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ രാജനാണ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര കണ്ട് അദ്ദേഹം ഇതിൽ ഡെഡിക്കേറ്റഡാണ്. എല്ലാ ആഴ്ചയിലും അദ്ദേഹം അവിടെ അതിൻ്റെ സമിതി യോഗം ചേർന്നിരുന്നു. എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും, ക്യാബിനറ്റിൻ്റെ എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പോയിരുന്നു. തീർച്ചയായിട്ടും. ഒപ്പം ജോൺ മാസ്റ്റർ എനിക്ക് പറഞ്ഞു വന്നതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതായത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വെച്ച് പറയേണ്ടത് വിൻസെൻ്റിൻ്റെ പേരുണ്ട്. MLA ആയി വന്നപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് വിൻസെൻറ്റിനോട് പറഞ്ഞത് ഇതാവണം താങ്കളുടെ ഫ്ലാഗ് പോസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്, ഫ്ലാഗ്ഷിപ്പ് പരിപാടി ഏറ്റവും നല്ലത്. കാരണം കേരളത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാട് തീരെ ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല. ആ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ വൈകുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കതുമായിട്ട് ബന്ധമില്ല. പക്ഷേ വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും പൊതുജനങ്ങൾക്കും അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ജൈവ കൃഷിയുടെ കേന്ദ്രം, ഞാൻ അന്ന് പുത്തൂരിലെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ പല യോഗങ്ങളിലും പറഞ്ഞു ഇത് കേരളത്തിലെ ജൈവ കൃഷിയുടെ കേന്ദ്രമായി മാറും. ഇത്രയേറെ സ്ഥലമുണ്ട്, പിന്നെ ഇഷ്ടം പോലെ വെള്ളം ഈ പാടത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. 1. 2, കാഴ്ചക്കാരുടെ സ്വർഗമായി ഇത് മാറും. ഒരു പദ്ധതി ഉണ്ടാക്കണം, പീച്ചിയും അതുമായി ബന്ധപ്പെട്ട വനഭൂമിയും ഈ പുത്തൂരും ഒക്കെ കൂടി ബന്ധിച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു പാക്കേജ്, ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. ഇത് അങ്ങോട്ട് ചിമ്മിനിയിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും, വലിയ സാധ്യതയാണ്. ഈ ഒരു നമുക്കറിയാം, KV സജു സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ. കോവിഡ് വലിയൊരു രീതിയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വേഗതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല വലിയ വിപുലമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മളൊരു ഓഫീസ് കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ നിർമ്മിക്കുന്നത് പോലെയല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു, വലിയ വിപുലമായിട്ട് വിശാലമായ ഏരിയ, ഏക്കറക്കണക്കിന് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതൊക്കെയാണ് ഇതിനെ വർക്കിനെ പുറകോട്ടടിച്ചത് എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? എനിക്ക് തുറന്നു പറയാനുള്ളത്, ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു സുവോളജിക്കൽ പാർക്ക് പോലെ അത്രയും കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രോജക്റ്റ്, അത് തുടങ്ങാൻ 10-15 വർഷക്കാലം പല രീതിയിൽ നോക്കിയിട്ട് നടക്കാത്തത്, നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് പോയിൻ്റാണ് ഫ്രണ്ട്സ് ഓഫ് സൂ നമുക്ക് തന്നത്. അപ്പം അത് ആദ്യം ഞാൻ MLA ആയ 5 വർഷത്തിനുള്ളിൽ ആദ്യം കൊടുത്ത നിയമസഭയിലെ മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുത്ത പിന്നെന്താ പറയുക, പരാതിയല്ല, അത് ആദ്യത്തെ എൻ്റെ നിവേദനമായിരുന്നു. അന്ന് തുടങ്ങി ആ 5 വർഷത്തിനുള്ളിൽ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പെർമിഷൻ ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്ര ചടുലമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ എത്ര ശക്തരായാലും, ഇപ്പോൾ രാജൻ ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. രാജൻ ആദ്യം വന്ന ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചീഫ് വിപ്പായി ഗവൺമെൻറ്റിൻ്റെ, അപ്പോൾ ശക്തനായ ഒരാളായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ധനകാര്യമന്ത്രിയാണ്, നമ്പർ 2 ആണ്. റവന്യൂ വകുപ്പ് മന്ത്രി നമ്പർ 2 ആണ്. അത്രയും സ്വാധീനമുള്ള അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും 8 കൊല്ലമായിട്ട് എഴഞ്ഞ് ഇതുവരെ എത്തിയില്ല. നമുക്ക് കാരണം പലതും പറയാം. ബിൽഡിംഗ് പണിയുന്ന എളുപ്പം എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ നിയമ നടപടികൾ, ഇതിൻ്റെ കത്തിടപാടുകൾ. വിഷയമായതുകൊണ്ട് സർവേ, അതുമായി ബന്ധപ്പെട്ട വേണ്ടത്ര രീതിയിൽ. അപ്പോൾ ആ ശുഷ്കാന്തി, ഞാനത് ഇന്ന് ഗണേഷ് കുമാറിനെ പറയാൻ കാരണതാ, ഞാനന്ന് വെറും MLA മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലും. ഈ പറഞ്ഞ പോലെ ആഴ്ചയിലൊരു മീറ്റിംഗ് അവിടെ ഉണ്ട്. ആ മീറ്റിംഗ് വെച്ചാൽ വളരെ ശക്തമായി ഏലാക്കി
അദ്ദേഹത്തിനെ വെക്കാൻ നമുക്കൊന്നും ഇത് ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചു. അതിനൊന്നും നോക്കാതെയാണ് പിന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡിസൈൻ വേണമെന്ന് പറഞ്ഞു ആസ്ട്രേലിയയിൽ നിന്ന് പൈസ വെച്ച് ആളെ കൊണ്ടുവന്നു. അത് നടത്തി അദ്ദേഹം വെച്ചു. അത് സുവാദ് വട്ടതിയിൽ അതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തത് അന്നത്തെ വനം മന്ത്രി പ്രിയപ്പെട്ടത്. അപ്പോൾ ആ 5 കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സാങ്ഷൻ കിട്ടി, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും ആവശ്യമായി വേണ്ട കാര്യങ്ങളായിരുന്നു ഏറ്റവും ഫ്രണ്ട് ക്വാർട്ടേഴ്സ്, ന്യൂ ഹോസ്പിറ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾ. അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടമാണ് ബുദ്ധിമുട്ട്. അതിൻ്റെ സാങ്ഷൻ, അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ സ്ട്രക്ചർ, അതെല്ലാം കഴിഞ്ഞ് അങ്ങ് കയ്യിൽ കൊടുത്തിരിക്കുക. ആ കൊടുത്ത സുവോളജിക്കൽ പാർക്ക് എന്ന വിശാലമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് വിൻസെന്റ് ഏട്ടൻ പറയുന്നത്. അവിടെ പണിതത് കേരള ഹൗസിംഗ് കോർപ്പറേഷന്റെ ബിൽഡിംഗ് മാത്രമാണ്. ഹോസ്പിറ്റൽ വന്നത് ഇപ്പൊ ഞങ്ങളുടെ കാലത്താണ്, രാജൻ MLA ആയിരിക്കുമ്പോഴാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഇരിക്കുന്ന രാജൻ മതി ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സാങ്ഷൻ ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. 100 പദ്ധതി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു വയ്ക്കാം. ഞാൻ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ ഒരു കാര്യം തുടങ്ങി വെക്കണമെങ്കിൽ അതിൻ്റെ ആരംഭത്വം, അപ്പോൾ ഒരു ഭരണാധികാരികൾക്കുണ്ടാവേണ്ട ചടുലതയും അവരുടെ ഇച്ഛാശക്തിയും ഗവൺമെൻറ്റിലുള്ള സ്വാധീനവും കാണിക്കേണ്ട സമയമായിരുന്നു. എത്ര പ്രാവശ്യം മാറ്റിവെച്ചു. ഇതാ വരുന്നു എന്ന് മാറ്റി വെച്ചു. ഇന്നിപ്പോൾ സജു പറഞ്ഞ അടുത്ത 24 ഡിസംബറിന് മുമ്പ് ഒരു ഡിസംബർ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പറഞ്ഞതാ, അതിന് മുമ്പും പറഞ്ഞതാ. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കുക എന്തൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ പോകണം, ജനങ്ങൾ പോയി കാണണം. കുറച്ച് കൂടും, കുറച്ച് സൗകര്യമുണ്ട് എന്നുള്ളത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, ഇത് ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് ഇതെല്ലാം കഴിച്ച് തുടക്കം കുറിച്ച് നല്ല ഫ്രെയിം ചെയ്ത് കൈ കൊടുത്തത് അത് അവിടെ അതിനേക്കാൾ മോശമായ രീതിയിൽ നിൽക്കുക. വെറും 3 തീർച്ചയായിട്ടും ഇനി സജോയോട് സംസാരിക്കണം. അതായത് നമുക്കറിയാം കെ രാജൻ എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു. രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്. അതായത് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിയാണ് അദ്ദേഹം. സാധിക്കുന്ന രീതിയിലെല്ലാം തന്നെ അവിടെ ഓരോ ഘട്ടങ്ങളിലും അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുറേ കൂടി വേഗത്തിലാക്കേണ്ടതായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ വിൻസെന്റ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാണ്. വിൻസെന്റ് ഏട്ടൻ തുടങ്ങി വെച്ച കാര്യമാണ് രാജൻ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് വിൻസെന്റ് ഏട്ടൻ്റെ അവകാശവാദം. രാജൻ MLA ആയി വന്നതിന് ശേഷം ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനത്തിൻ്റെ സംഖ്യ 1652 കോടി രൂപയുടെയാണ്. അത് സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, റോഡുണ്ട്. ഇന്നിപ്പോൾ ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ BMBC ആകാത്തൊരൊറ്റ റോഡ് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ച നടക്കേണ്ടിയിരുന്നത് സുവോളജിക്കൽ പാർക്കിലാണ്. ഈ ചർച്ച നടക്കേണ്ടിയിരുന്നത് വേദി അവിടെ ആകണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരു സ്കൂൾ കെട്ടുന്നത് പോലെ, പോലീസ് സ്റ്റേഷൻ കെട്ടുന്നത് പോലെ പെട്ടെന്ന് തീരാവുന്ന ഒന്നല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യഘട്ടം 100% പണി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനൊരു ചർച്ചയിലുള്ള ബെഡായി അവതരണമല്ല. അവിടെ പോയി കണ്ടാൽ അറിയാം. നമുക്കിപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഏതാണ്ട് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കയറുന്നൊരു ഫീലാണ് മാഷേ. അതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആ ഒരു ഫീലാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് UDF ഉയർത്തിയ ഒരു പ്രശ്നമായിരുന്നു. അതായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല, 2 ലോഡ് മണ്ണാണ് അവിടെ ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബൈറ്റ് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു ജനവിധി കൂടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിൽ ഇപ്പോൾ അവിടെ പ്രത്യേക പാത്വേ ഉണ്ടാക്കുന്നുണ്ട്. ആ പാത്വേയിൽ ഇപ്പോൾ മാഷ് മനസ്സിലാക്കേണ്ട പാത്വേ ഉണ്ടാക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമല്ല. സോളാർ വെച്ച് ഏതാണ്ട് 220 കിലോവാട്ട് വൈദ്യുതി അതിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 23 സോണുകളാണുള്ളത്. ആ 23 സോണുകൾ ആഫ്രിക്കൻ സുളു ലാൻഡ് സോണുണ്ട്, കൻഹ സോണുണ്ട്, സൈലൻറ്റ് വാലി ഉണ്ട്, ഇരുപുരുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്വേയിൽ നടക്കുമ്പോൾ സൈലൻറ്റ് വാലി സോണിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷമായിരിക്കും. ആ നിലയിലുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ അത്യാധുനിക നിലയിലുള്ള ഒരു ആശുപത്രി ഉണ്ട് അവിടെ. നമ്മുടെ ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ പിടികൂടുന്ന ഈ വന്യജീവികളെ കൊണ്ടുവരുന്നത് അവിടേക്കാണ്.
ഇപ്പോൾ അവിടെ ഈ ക്വാറന്റൈനിലുള്ളത് ഒരു പുലിക്കുട്ടി അവിടെ ഉണ്ട് ക്വാറന്റൈനിൽ. ഒരു മലയണ്ണാനുണ്ട്, ഒരു നാടൻ കുരങ്ങുണ്ട്, ഒരു സിംഹവാലൻ കുരങ്ങുണ്ട്, 3 മറ്റേ കൃഷ്ണപ്പരുന്ത്, ചക്കിപ്പരുന്ത് 1, വെള്ളിമൂങ്ങ 1, 3 നമ്മൾ നത്ത് എന്നൊക്കെ പറയില്ലേ, നത്ത്. ഇതെല്ലാം അവിടെ ഇപ്പോ ഐസൊലേഷൻ. അതായത് പക്ഷി ഇനത്തിൽ 39 മൃഗങ്ങൾ 4 ആണുള്ളത്. 4 കടുവ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉള്ളത് 4 കടുവ. വൈഗ, ദുർഗ, ധ്രുവൻ. അല്ലാതെ പരിപൂർണമായിട്ടില്ല. ഇനി മൃഗങ്ങളെ മാറ്റണമെങ്കിൽ അല്ല വിൻസെന്റ്, ഞാൻ പറയട്ടെ അല്ലല്ല അങ്ങനെയല്ല. അക്രമികളായിട്ട് വന്ന് പിടിച്ചുകൊണ്ടിട്ടുള്ള കടുവകളാണ്. അങ്ങനെയല്ല, അതായത് ഇനി കൊണ്ടുവരാൻ ജിറാഫും അതുപോലെ തന്നെ കരടികൾ ഉൾപ്പെടെയുള്ളതിന് ഉൾപ്പെടെയുള്ള അവരെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ വെറ്റിനറി ഡോക്ടർമാരുടെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇപ്പോ ഈ വേനൽക്കാലത്ത് ഇപ്പോ ഈ മാനുകളെ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നു. മാനുകളെ മാറ്റാൻ ശ്രമം നടന്നപ്പോൾ വലിയ ചൂടാണ്. ആവാസ വ്യവസ്ഥ മാറ്റുമ്പോൾ അവർക്ക് വല്ല അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. അതുകൊണ്ട് വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണവും അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ മാറ്റാൻ പോകുന്നത് ഈ മാനുകളെ ആയിരിക്കും. കാലാവസ്ഥ വലിയ പ്രശ്നമല്ലേ. നമ്മുടെ ഈ കാട്ടിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം അതും കൂടി നമ്മൾ കണക്കിലെടുത്ത് വേണ്ടേ മുന്നോട്ട് പോകാൻ. പക്ഷേ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത് വൈകുന്നതിന് ഒരു ന്യായീകരണമാകുമോ ജോൺ മാസ്റ്റർ? അതിനു മുമ്പ് ഒരു കാര്യം, വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇന്ന് വരെ ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ സൂവുമായിട്ട് ഒരു ബന്ധവും ഗവൺമെൻറ് പുലർത്തിയിട്ടില്ല. ഒരു പരിപാടികൾക്കും ഞങ്ങളെ ക്ഷണിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളെ അറിയിക്കുക പോലും ചെയ്യുന്നില്ല. പീതാംബരൻ പുത്തൂർ നിവാസിയാണ്. എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട എല്ലാ കടലാസ് സഹിതം, ഡോക്യുമെൻറ്റ് സഹിതം ഗവൺമെൻറ്റുമായിട്ടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുമൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ഈ പരിപാടി ഒന്നുമായിട്ടും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പോട്ടെ, ഞങ്ങൾ ചെയ്തത് ഒരു വലിയ വീക്ഷണത്തോടു കൂടിയാണ്. ഞാൻ ലോകത്തിലെ 4 ഇൻ്റർനാഷണൽ പാർക്കുകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ കൗൺസിലറായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൽ പലതും നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലഗേഷൻ ചില സ്ഥലങ്ങളിലെങ്കിലും പോയി കണ്ടാൽ ഒരു പക്ഷേ വളരെ ഉപകാരമുണ്ടാവുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. വളരെ മനോഹരമായ പലതും. നമ്മുടെ ബെന്നാർഘട്ടയിൽ തന്നെ, ബാംഗ്ലൂർ ബെന്നാർഘട്ടയിൽ തന്നെ ഒരു സുവോളജിക്കൽ പാർക്കുണ്ട്. അധികം പേരൊന്നും അങ്ങോട്ട് പോകാറില്ല എന്നുള്ളതാണ് സത്യം. ബാംഗ്ലൂർ സിറ്റി കണ്ട് തിരിച്ചു പോരുന്നവർ പോലും ബെന്നാർഘട്ടയെ പറ്റി ചിന്തിക്കാറില്ല. ഇത് ഇനിയും വളരെയേറെ ഡെവലപ്പ് ചെയ്യാൻ മുന്നോട്ട് പോകണം. അതിന് സ്പീഡ് കൂട്ടണം. അത് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണമില്ല. കാരണം ഇതുപോലൊരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ അതിന് സമയബന്ധിതമായ ഒരു അപ്രോച്ച് ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ ചാവും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും, വേണ്ടത്ര ശ്രദ്ധ വരില്ല. ഒരു കാരണവശാലും പണം എത്ര ബുദ്ധിമുട്ട് ആണെങ്കിലും അലോട്ട്മെൻറ്റ് മുടക്കാൻ പറ്റാത്ത വൺ ഓഫ് ദ റെയറസ്റ്റ് ഫീൽഡ്സ് അതാണ് ഈ സുവോളജിക്കൽ പാർക്ക്. എന്താണ് വിൻസെൻ്റ്, നമ്മൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇനി എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരിക്കലും ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കണ്ടെത്തലായി ഇതിനെ കൊണ്ടുവരുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം, ഞാൻ MLA ആയ കാലഘട്ടം കഴിഞ്ഞ് ഇത് തുടങ്ങി. അതിനുശേഷം ഞാൻ വിട്ടതിന് ശേഷം ഇന്ന് വരെ സുവോളജിക്കൽ പാർക്കിനെതിരായിട്ടുള്ളൊരു സമരത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സജു പറയട്ടെ. ഞാൻ വന്നിട്ടില്ല. കാരണം ഇത് എൻ്റെ ഒരു കുട്ടിയാണത്. പക്ഷേ ഇതിൻ്റെ ആരംഭം കല്യാണം കഴിച്ചതും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ മുൻപുണ്ടായിരുന്ന ജോൺസിലേക്ക് മാറ്റോട്ടുള്ളതുണ്ട്. പക്ഷേ എൻ്റെ ഒരു കുട്ടി നന്നായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കുറവുകളും ഇതും ഉണ്ടെങ്കിലും രാജൻ എന്നോട് വിളിക്കാറ്, വലിയ അടുപ്പമൊക്കെയാണ്, എന്നോട് വിളിക്കും എന്തൊക്കെയാണെന്ന് കരുതുന്നത്. ഇതൊക്കെയാണെങ്കിലും പരിപാടികളിലൊന്നും തന്നെ എന്നെ വിളിക്കാറില്ല, എന്നെ വിളിച്ചിട്ടില്ല. എനിക്കതിൽ വിഷമമില്ല, കാരണം എനിക്കതിൽ കാണേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങളിതിൻ്റെ ഫംഗ്ഷൻ നടത്തിയപ്പോഴൊക്കെ തന്നെ ഈ ഇരിക്കുന്ന സജു എന്ന് ബ്ലോക്ക് മെമ്പർ അതും കൂടി വേദിയിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. സജു ആയാലും മറ്റേ വർഗീസ് കണ്ടംകുളത്തി ആയാലും രാജാജി തോമസ് മാത്യു ആയാലും അവരെയും വിളിച്ചിരുത്തി രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഉദ്ഘാടനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഒരുമിച്ചിരുത്തി ഒരു മത്സരമായിരുന്നു. 10,000 പേരാണ് അന്നത്തെ ദിവസം വന്നത്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളത് ആദ്യം സജു പറഞ്ഞ് ശരിയായില്ല. ആദ്യത്തെ
ഇതിൻ്റെ കാലഘട്ടമാണ് ഞങ്ങൾ നടത്തിയത്. ആ കാലഘട്ടത്തിൽ സ്പീഡപ്പായി നടത്തി അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് അതിന് എടുത്തത്. 3 കാര്യങ്ങളാണ് നമ്മളവിടെ ആരംഭിച്ചത്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പറഞ്ഞാൽ അവിടെ ജോലിക്കാരില്ല, അവിടെ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, പക്ഷെ ആ ബിൽഡിംഗ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെയാണ് ക്വാർട്ടേഴ്സ്. ഇത് 3ഉം പണി തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. പിന്നീടാണ് വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ, അതോടൊപ്പം നമ്മളന്ന് എടുത്ത ഈ ഡിസൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. പാർക്കിംഗ് അത് പഞ്ചായത്തിൻ്റെ അധികാരത്തിലായിരിക്കും. ഒരു പഞ്ചായത്തിൽ ഒരു വലിയ ആരംഭം, പ്രധാനപ്പെട്ട സംരംഭം ആരംഭിക്കുമ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ ഒരു ഇതുണ്ടാവണം. അപ്പോൾ പാർക്കിംഗ് മുഴുവൻ പഞ്ചായത്തിന് കൊടുക്കണമെന്നും, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മുടെ എയർപോർട്ട്, ആ എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ബഹളങ്ങളും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ആരംഭം കുറിച്ചപ്പോൾ അന്ന് കെ കരുണാകരൻ്റെ നേതൃത്വത്തിലെടുത്തിരുമ്പോൾ ലോക്കൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടെ ജോലി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇതും ഞങ്ങൾ അന്ന് കൊടുത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് വേറൊരു രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അവരുടെ മുമ്പിൽ, അവരുടെ ആ പരിസരത്ത് ജീവിക്കുന്ന സജു അടക്കമുള്ളത്, സജുവിൻ്റെ മക്കൾ പോലും നാളെ അവിടെ കയറണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ ആ ചുറ്റുപാടുള്ളവർക്ക് ഒരു സൗകര്യം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ അവിടെ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഈ റോഡ്, ആ റോഡ് അതിന് ഫണ്ട് വെച്ചതാരാ? ആ ഫണ്ട് വെച്ച് പണി നടന്നപ്പോൾ പുത്തൂർ സെൻട്രലെത്തിയപ്പോൾ ആ പണി ഇത്രയും വീതി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയത് CPM-ഉം BJP-യാണ്. അപ്പോൾ ഞാനത് അന്നത്തെ കോൺട്രാക്ടറിനോട് പറഞ്ഞു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു, ബാക്കി 2ഉം പണി തീർക്കാൻ പറഞ്ഞു. കട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ പണി നടക്കില്ല. അതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കോറിഡോർ, അന്ന് ഞാനുണ്ടാക്കിയത് കോറിഡോർ എന്ന് പറയുന്നത് മലമ്പുഴ എന്ന് വെച്ചാൽ ഹൈവേ, അവിടെ നിന്ന് തുടങ്ങി പീച്ചി, പിന്നെ നമ്മുടെ ഈ പറയുന്ന സുവോളജിക്കൽ പാർക്ക്, അത് കഴിഞ്ഞാൽ ചിമ്മിനി ഡാം. അങ്ങനെ അന്ന് രവീന്ദ്ര മാഷും ഞാനും കൂടി ഇരുന്ന് അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങൾ പിടിച്ച് മുന്നോട്ട് വന്നു. ഇപ്പോൾ അത് തകിടം മറിച്ച് വേറെ വഴിയിലോട്ടാക്കി ഒന്നും എലിപുലി ഉറാമ്പിലി പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് നന്നായി വരണം എന്ന ഒരു താല്പര്യവും സ്നേഹമാണ് എനിക്കുള്ളത്. ഈ കുട്ടി എത്രയും പെട്ടെന്ന് അവൾ വന്ന് നന്നായി സൗന്ദര്യവതിയായി വരട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ശ്രീ KV സജു, ആരോപണങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും. പദ്ധതി പൂർത്തിയാകുന്നത് വരെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇനി നമുക്ക് എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്? ഈ വർഷം ഡിസംബറിൽ ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കുമോ? അതിനു മുൻപ് എന്തൊക്കെയാണ് പൂർത്തിയാക്കാനുള്ളത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. 2024 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാൻ പറ്റും. സ്റ്റേറ്റ് ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും അവിടെ പണികളൊന്നും നിർത്തിവെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കിഫ്ബി വഴിയുള്ള ഫണ്ടാണ് പരിപൂർണമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അതിന് മുൻകൈ എടുത്തത് 1ാം പിണറായി വിജയൻ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തുടർന്ന് നമ്മൾ പ്രവർത്തനം ഇപ്പം നോക്കുമ്പോൾ ട്രാംവേയുടെ പണി ഇനി കുറച്ച് പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ട്രാംവേയുടെ സ്റ്റേഷൻ ചിലത് ആയിട്ടുണ്ട്, ഇനി പരിപൂർണമായിട്ട് നമുക്ക് അത് ഒന്നുകൂടെ പൂർത്തീകരിക്കണം. ആർക്കും അവിടെ ഇത്രയും 338 ഏക്കർ ഭൂമി ആയതുകൊണ്ട് നടന്ന് കാണുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ട്രാംവേ വഴി ആണ് പോകേണ്ടത്. അപ്പോൾ ട്രാംവേയുടെ പണിയും സ്റ്റേഷനുകളും ഇനി കുറച്ച് പൂർത്തീകരിക്കാനുണ്ട്. ഇതെല്ലാം അവിടെ വന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് 60% കൂടി പണി പൂർത്തീകരിക്കാൻ ഇനിയുണ്ട്. അത് വളരെ സ്പീഡിൽ തന്നെ പണി ഇപ്പോൾ നടന്നു വരികയാണ്. ടൂറിസം കോറിഡോറിനെ പറ്റി പറഞ്ഞു രാജൻ, അഡ്വക്കേറ്റ് K രാജൻ, അവിടെ സ്ഥലം MLA, മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കോറിഡോർ, ടൂറിസം കോറിഡോർ തയ്യാറായി വരുന്നുണ്ട്. വാഴാനി, പീച്ചി, ചിമ്മിനി, പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അതിൻ്റെ ആദ്യഘട്ട നിലയിൽ വാഴാനി പീച്ചി റോഡ് BMBC നിലവാരത്തിൽ പണി ഏതാണ്ട് അവിടെ നടന്നു വരികയാണ്. ഒരു 80% അതിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇനി പീച്ചിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രാദേശികമായിട്ടൊരു ഒരപ്പംകെട്ട് ചെറയുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അത് പണി ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ പീച്ചിയിലേക്ക് പോകുന്ന ഒരു സഞ്ചാരിക്ക് അവിടെ ഈ ഒരപ്പംകെട്ടിലേക്ക് കയറാം, അതുവഴി ചിമ്മിനിയിലേക്ക് പോകാം. അപ്പോൾ മരോട്ടിച്ചാലിലെ ഓലക്കയം എന്ന് പറയുന്ന
കാടിന് നടുവിൽ നിങ്ങൾ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഒലക്കയം ഒരു ചെറിയ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഡെസ്റ്റിനേഷനാണ്. അതും കൂടി നമ്മുടെ ഭാവനയിലുണ്ട്. അപ്പോൾ അതുവഴി വന്നു കഴിഞ്ഞാൽ പിന്നെ പുത്തൂരിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായി ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞ പുത്തൂരിലെ ചോച്ചേരിക്കുന്ന് അമ്പലം, പുത്തൂരിലെ ഫെറോനപ്പള്ളി, ഇത് കഴിഞ്ഞാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള പുത്തൂർ കായൽ 25 ഏക്കർ വരുന്ന ശുദ്ധജല തടാകമാണ്. അതിലിപ്പോൾ 2 കോടി രൂപയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് അതിലേക്ക് ഒരു 10 കോടി രൂപയുടെ രണ്ടാം ഘട്ട ഫേസിൻ്റെ പണിയും കൂടി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഇതെല്ലാം വരുമ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു ടൂറിസം കോറിഡോറാവും എന്ന് പറഞ്ഞാൽ ഒല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് ഈ പ്രദേശം, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര പ്രദേശം എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയും കൂടിയാണ്. അപ്പോൾ കൃഷിക്കാർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവരുടെ ചില സംരംഭങ്ങൾ, ഇപ്പോൾ നടത്തറ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് കൈപ്പയ്ക്ക, പാവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായാൽ കർഷകൻ എന്ത് ചെയ്യണം എന്നുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അവരുടെ ചില സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒല്ലൂർ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഫാം പ്രൊഡ്യൂസർ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക മേഖലയും കൂടി നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വികസനം വരുമ്പോൾ ആ നാട്ടിലെ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണല്ലോ നോക്കേണ്ടത്. അതിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിലെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അവിടേക്ക് വരുമ്പോൾ തിരിച്ചു പോകുന്നത് വെറും കൈയോടെ ആകില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു പോകും. ഗുരുവായൂർക്ക് പോയാൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് വാങ്ങും, വേളാങ്കണ്ണിയിലേക്ക് പോയാൽ അവിടുത്തെ ഒരു എന്തെങ്കിലും സംവിധാനം വാങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടേക്ക് വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വാങ്ങാൻ കുടുംബശ്രീയുമായി ക്ലബ്ബ് ചെയ്ത് പുതിയ സംരംഭകത്വം നടത്താൻ വേണ്ടിയുള്ള ഒരു ആലോചനയും ചർച്ചയും അതിൻ്റെ നാൾ വഴികൾ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്നുള്ള കാര്യത്തിൽ തദ്ദേശവാസിയായിട്ടുള്ള എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. ഈ മാഷ് ചൂണ്ടിക്കാണിച്ച ചില പോരായ്മകളുണ്ട്, ക്ഷണിച്ചില്ല എന്ന് പറയുന്ന വിൻസെൻ്റ് ഏട്ടൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ആ ഘട്ടം വരുമ്പോൾ ഒരു യോജിച്ച ടീമായി വരില്ല. ഇപ്പോൾ വിൻസെൻ്റ് ഏട്ടൻ തന്നെ പറഞ്ഞു, ഒരു കാരണമില്ലാതെ 2-3 ഘട്ടത്തിൽ അവിടെ സമരം നടന്നു. സുവോളജിക്കൽ പാർക്കിൻ്റെ മുമ്പിൽ സമരം നടന്നു. എനിക്ക് തോന്നുന്നത് ഏത് മുന്നണിയും ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അതൊരു വ്യാവസായിക സംരംഭം നടക്കുന്ന പ്രദേശമല്ല, അതൊരു പാർക്കാണ്, നാടിന്റെ ആവശ്യമാണ്. അവിടേക്കൊക്കെ സമരം ഒരു ശരിയായിട്ടുള്ള വിൻസെൻ്റ് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. വിൻസെൻ്റ് ഏട്ടൻ ഒരിക്കൽ പോലും ആ കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ അതിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ളതല്ല, വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ടീമായിട്ട് നമുക്ക് നിൽക്കണം. അപ്പം ടീമായി നിൽക്കാൻ നമുക്കിപ്പോൾ പറ്റും. കാരണം കേരള മന്ത്രിസഭയിലെ 2ാമനാണ് കെ രാജൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം ഒരു ടീം എന്ന നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കാര്യത്തിനും നേതൃത്വപരമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒല്ലൂർ മണ്ഡലത്തിൻ്റെ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും തീർച്ചയായിട്ടും വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വളരെ സ്പീഡിൽ തന്നെ പണി പൂർത്തീകരിച്ച് പൊതുജനത്തിന് തുറന്നു കൊടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ 15 ജീവനക്കാരാണ് ഉള്ളത്. ഒരു ക്യൂറേറ്റർ, പിന്നെ ഒരു അസിസ്റ്റൻറ്റ് ക്യൂറേറ്റർ, അനിമൽ കീപ്പർ, പിന്നെ അതിനെ സഹായിക്കാവുന്ന വനിതകൾ ഉൾപ്പെടെ. ഇപ്പം നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഈ ധ്രുവനും അതുപോലെ തന്നെ വൈകിക്കൊക്കെ തീറ്റയ്ക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന വനിതകളാണ്. നമ്മുടെ സഹോദരിമാരാണ്. ഈ രംഗത്തൊന്നും വനിതകൾ അങ്ങനെ വരാറില്ല. സ്വാഭാവികമായിട്ടും വളരെ സുതാര്യമായിട്ടുള്ള നിയമനമാണ് അവിടെ നടക്കുക. അതിന് ഒരു പ്രത്യേക ബോർഡുണ്ട്, അത് സർക്കാർ വഴി നടക്കേണ്ട ഒന്നാണ്. അത്തരത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. പിന്നെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം അതെല്ലാം വരുന്ന ചില കാര്യങ്ങളാണ്. പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും MLA-യുടെ നേതൃത്വത്തിലെല്ലാം ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒന്നാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. മാഷിക്ക് എന്തെങ്കിലും അവസാനമായിട്ട് ഒന്ന് കൂട്ടിച്ചേർക്കാം? ഞാൻ ആദ്യം ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞത് ഒരു ആർട്ടിസാൻസ് വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ ടൂറിസ്റ്റിന് കൃഷിസ്ഥലങ്ങൾ പോയി കാണാനും ഈ പറഞ്ഞ പാവൽ കൃഷി അങ്ങനെയുള്ള കൃഷികളൊക്കെ കണ്ട് ഇതിൽ ജൈവ കൃഷി തന്നെയാണ് എന്ന് ബോധ്യപ്പെടാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നെ സോവനീർ കൊടുക്കുന്നത് സ്വന്തമായ ഒരു സോവനീർ സംവിധാനം ഡിസൈൻ ചെയ്യണം.
അത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിനെ കൊണ്ടോ ഡിസൈൻ ചെയ്തിട്ട് കഴിയുമെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാനും അത് ഈ ടൂറിസ്റ്റിന് കാണാനും ഉള്ള സൗകര്യം കെനിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ തിരക്കേടില്ല. ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും തലയിലുള്ളതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ ചിലപ്പോൾ പറയാൻ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഇനി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ തന്നെയാണ് ഒരു നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാവുക. നമ്മൾ ഇന്ന് ചതുരംഗം എന്ന പ്രോഗ്രാമിൽ ചർച്ച ചെയ്തത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് തുറക്കും എന്ന വിഷയമായിരുന്നു. വളരെ താല്പര്യപൂർവ്വം വളരെ ക്രിയാത്മകമായി തന്നെ ഇതിൽ പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ആരംഭിക്കുന്ന സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഒല്ലൂർ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്ന ശ്രീ MP വിൻസെൻ്റ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം KV സജു, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സമീപം താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒപ്പം പ്രൊഫസർ ജോൺ സിറിയക് സാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രണ്ട്സ് ഓഫ് സൂ എന്ന് പറയുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒക്കെ ആരംഭത്തിന് കാരണമായ ചിന്തകൾ പങ്കുവെച്ച ആ ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. സാംസ്കാരിക രംഗത്തെ ഒരു നിറസാന്നിധ്യം കൂടിയാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. 2024 ഡിസംബറിൽ തന്നെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഒരു വലിയ ടൂറിസം ഇടനാഴിക്ക് കാരണമായി തീരുന്ന, നിമിത്തമായി തീരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ വരുന്ന ഡിസംബർ മാസം നമുക്കെല്ലാം കുടുംബത്തോടെ പോയി സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും എന്ന് വലിയ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ഏറ്റവും ക്രിയാത്മകമായി, ഏറ്റവും വേഗതയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വീണ്ടും മറ്റൊരു വിഷയവുമായി ചതുരംഗത്തിൻ്റെ കളത്തിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.